അവസാനിക്കാത്ത ഒരു ഖനിയാണത്, തിജൂരിയാണ്. എങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പിൽ വരുത്തേണ്ട ഒന്നാണ്. ഉദാഹരണത്തിന് ഭാര്യ, മക്കൾ, സ്വത്ത്. ഒരു യാത്ര പോകുമ്പോൾ ഒരാളിന്റെ കയ്യിൽ 10,000 രൂപയുണ്ടായിരുന്നാൽ എന്റെ അടുത്ത് 10,000 രൂപയുണ്ട്, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു 10,000 രൂപ കയ്യിലുണ്ടായിരുന്നാൽ അൽഹംദുലില്ലാഹ് എന്റെ അടുത്ത് 10,000 രൂപ കയ്യിലുണ്ട് എന്ന് റബ്ബിനെ സ്തുതിക്കുന്നവൻ എന്ത് സംഭവിക്കും? അവനിക്കൊരു പാവപ്പെട്ടവൻ കൈനീട്ടുമ്പോ അവന്റെ കൽബിൽ നിന്നും വേറൊരു സൽക്കർമ്മം അവിടെ വരും. എന്റെ അടുത്ത് 10,000 രൂപയുണ്ട്, 1 രൂപ ഈ പാവപ്പെട്ടവന് കൊടുക്കാം. എന്തുകൊണ്ട്? അവന്റെ കൽബ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അല്ലാഹു എന്റെ അടുത്ത് ഇത്രയും കാശ് റബ്ബ് തന്നിട്ടുണ്ട്. ഈ 10,000 രൂപയുടെ സ്ഥാനത്ത് 1,00,000 രൂപയും കൊണ്ട് വേറൊരുത്തൻ യാത്ര പോവുകയാണ്. അവന് എന്റെ കയ്യിൽ എന്താ ഉള്ളത്, എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇവന്റെ യാത്രാമധ്യേ ഒരു പാവപ്പെട്ടവൻ കൈനീട്ടുമ്പോൾ അവന്റെ മനസ്സ് 1 രൂപ കൊടുക്കാൻ അനുവദിക്കണം. അവനിക്ക് ഖനാഅത്തുണ്ടായില്ല, മനസ്സുകൊണ്ടുള്ള ധന്യത. നഫ്സ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ധാരാളമായിട്ട് ചോദിച്ചു. അപ്പോഴും നിനക്ക് എന്ത് റബ്ബ് തന്നു എന്നുള്ളതിനെ വ്യക്തമാക്കി. അതാണ് സക്കരിയ നബി അലൈഹിസ്സലാം ചെയ്തത്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി കാഫായ ഇൻസാബ് ദിക്റു റഹ്മത റബ്ബിക അബ്ദഹു സക്കരിയ. അല്ലാഹ് പറയുകയാണ്, സക്കരിയാക്ക് അലൈഹിസ്സലാം അല്ലാഹ് റഹ്മത്ത് ചെയ്തതിന്റെ സംഭവം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ദുആന്റെ തുടക്കം അല്ലാഹുവിലേക്ക് ഇതാ സമർപ്പിക്കുകയാണ്. നിദാഅൻ ഖഫിയ്യ, വളരെ ശബ്ദം കുറച്ചുകൊണ്ട്, വളരെ താണസ്വരത്തിൽ. ആദ്യം പറഞ്ഞ ഖൗല് അല്ലാഹുവിലേക്ക് മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ വളരെ ഖുശൂഅോടുകൂടി, ഖുശൂഅോടുകൂടി അവൻ അടുക്കണം. നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, സക്കരിയ നബി അലൈഹിസ്സലാം ലജ്ജിച്ചു. കാരണം ഇത്രയും വയസ്സായ സമയത്ത് ശബ്ദമുയർത്തി ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിക്കുമ്പോ ആളുകൾ ചിരിക്കില്ലേ? ആദ്യത്തെ ഖൗല് ദുആ ചെയ്യുന്നവൻ അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് അടുക്കാണ്, ഖുശൂഅോടുകൂടി. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി. സ്വന്തം അവസ്ഥയെ അല്ലാഹുവിലേക്ക് നാക്കുകൊണ്ട് പ്രദർശിപ്പിക്കാൻ. അതുകൊണ്ടാണ് ദുആക്കളെ നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്. പലപ്പോഴും സുന്നികളോട് പറയും, കുറച്ച് ഒരു സൈഡ് വൺ വേ ട്രാഫിക് ആവാതെ കേൾക്കുക. പഠിക്കൽ ഒരിക്കലും പലർക്കും ഒരു പ്രെജുഡിസ്, എനിക്കൊന്നുമാവില്ല എന്ന്. അങ്ങനെയല്ല, ഒരുപാട് കഴിവുകളുള്ളവരാണ് നിങ്ങൾ. ഇവിടുത്തെ എല്ലാ ഭാഷകളും നിങ്ങൾ സംസാരിക്കുന്നു. അല്ലാഹുവിനെ അറിയില്ലേ? സക്കരിയ നബി അലൈഹിസ്സലാം സ്വന്തം അവസ്ഥയെ നാക്കുകൊണ്ട് പറഞ്ഞ് അല്ലാഹുവിനോട് വെളിപ്പെടുത്തുകയാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. എലുമ്പ് ക്ഷീണിച്ച അവസ്ഥ. സ്വന്തം അവസ്ഥയെ അല്ലാഹുവിലേക്ക് ദുആയിൽ പ്രദർശിപ്പിക്കുക എന്നാണ് ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. രണ്ടാമത്തെ
ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ, എന്റെ എല്ലുകളും വളഞ്ഞു തുടങ്ങി, ക്ഷീണിച്ചു, ശരീരം പോയി എല്ലുവരെ വളയും, തല മിനിങ്ങി തുടങ്ങി. മൂന്നാമതായിട്ട് പറഞ്ഞത് വലം അകുബ്ബി ദുആഇക റബ്ബി സഖിയാ, ഇതുവരെ ഞാൻ നിരാശനായിട്ടില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോ പഠിച്ചവനെ കേട്ടതൊന്നും തരുന്നില്ലല്ലോ എന്നാ. മൂന്നാമതായിട്ട് പറഞ്ഞത് ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുന്നവന്റെ അവസ്ഥ വലം അകുബ്ബി ദുആഇക റബ്ബി ശഖിയാ. നാലാമതായിട്ട് സ്വന്തം ആവശ്യത്തെ പറയുന്നു. എന്താണ്? സ്വത്തും വീടും വസ്തുവും മക്കളും ഒക്കെ ചോദിക്കുമ്പോ ഹദഫുണ്ടാവണം, ലക്ഷ്യം. ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി യാഖിറാ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ. എന്റെ ജോലി ചെയ്യാൻ ഒരു സന്താനത്തെ വേണം. 4 കാര്യങ്ങൾ. അഞ്ചാമതായിട്ട് അല്ലാഹു തആല ചെയ്തു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അഫ്ളലുദ് ദുആ. ഭാര്യയെ നോക്കുമ്പോ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ നിങ്ങൾ പാഴമാക്കേണ്ടതാണ്. വഴിക്ക് പോകുന്ന സുന്ദരിയായ പെണ്ണിനെ നോക്കുമ്പോ നിന്റെ മുഖത്തെ ഒന്ന് നോക്കി, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ഹദീസോ പഴഞ്ചൊല്ലോ, തന്നെ അറിവത് ഫർലടിമാനെ തൻ റബ്ബെ അറിവത് സുന്നത്തടിയേനെ എന്ന് പറയും തമിഴിലെ കവിത. സ്വന്തം നഫ്സിനെ അറിയൽ ഫർളാണ്, റബ്ബിനെ അറിയൽ സുന്നത്താണെന്ന്. സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ റബ്ബിനെ അറിയും. വഴിക്ക് പോകുമ്പോ ഒരു പെണ്ണിനെ കാണുമ്പോ, സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോ സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണ് അവിടെ പോകുന്നത്. എന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു? What is my personality? So I have a wife. റബ്ബ് എന്നെ പോലെ ഒരു പെണ്ണിനെ തന്നിരിക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടവൻ ആ ജീവിതത്തിൽ സുഖം കാണും. അതല്ലാത്തവനോ ലോകത്തുള്ള സർവ്വതിനെയും നോക്കുകയും അവനിക്ക് റബ്ബ് കൊടുത്തിട്ടുള്ളതിൽ അവൻ സുഖം കാണില്ല. ആഹാരം, വീട്ടിൽ നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആഹാരം, അൽഹംദുലില്ലാഹ്, എന്നെക്കാളും താഴ്നിലയിൽ കിടക്കുന്നവരെക്കാളും എനിക്ക് റബ്ബ് ഈ ആഹാരത്തെ തന്നു എന്ന് മനസ്സ് പഠിപ്പിക്കുന്നവൻ ആ ആഹാരത്തിൽ ടേസ്റ്റ് കാണും. അതല്ലാതെ അവനെക്കാളും വലിയ വീടുകളിലെ ആഹാരത്തെ അവൻ ഓർമ്മയിൽ വരുമ്പോൾ ആ ആഹാരത്തിൽ അവൻ സുഖം കാണില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് വലിയൊരു നിഅമത്തിനെ ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ പ്രസംഗം ബഹുമാനപ്പെട്ട ഉസ്താദിനാണ്. അല്ലാഹു തആല ഉസ്താദിന് ബർക്കത്ത് ചെയ്യട്ടെ. വിളിച്ച ഉടനെ ഓടി വന്നു. ഞാൻ പറഞ്ഞു, ജനങ്ങളിലേക്ക് വാളും മറ്റുമൊക്കെ പറയുന്നവര് ഒരു പിടിച്ചാ കിട്ടാത്തവരായി മാറരുത്. അവർക്ക് ബഹുമാനവും താളീമും കൊടുക്കണം. പക്ഷെ ആലിമീങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു തലച്ചുമടായി മാറരുത്. ആലിമീങ്ങൾ ജനങ്ങൾക്ക് വളരെ അവർ സ്നേഹിക്കും, ബഹുമാനിക്കും. കയ്യെപ്പിടി തങ്ങളമാരെ മാത്രമല്ല, ഇൽമിന്റെ അഹ്ലുകാരെയും കൈപിടിച്ചു മുത്താം. ഇൽമിന്റെ അഹ്ലുകാരെയും കൈപിടിച്ചു മുത്താം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവങ്ങൾ, ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവങ്ങൾ കൈമുത്തുന്നത് തഖ്ബീലിലേക്ക്. ഇവിടെ ആലിമീങ്ങൾ ജനങ്ങൾക്കൊരു തലവേദനയായി മാറരുത്. അവരുടെ താളീമും ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ലഘുവായി മാറണം. അല്ലാഹു തആല നമ്മൾ ആലിമീങ്ങൾക്ക് ആ സുഖത്തിന് നൽകുമാറാകട്ടെ. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട തങ്ങൾ. അതൊക്കെയാണ് നമ്മുടെ ബർക്കത്ത്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന് പോവാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആദർശത്തെക്കുറിച്ചുള്ള വാക്കുകൾ കേൾക്കുവാനും അതിൽ സുഖങ്ങൾ അതിനെ പകർത്തുവാനും റബ്ബ് തൗഫീഖിനെ തരുമാറാകട്ടെ. ഈ പരിപാടിക്ക് വന്നുപോയ തങ്ങൾക്ക് അല്ലാഹു തആല ഇതിന്റെ ബർക്കത്തിനെ കൊടുക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുത്ത അറബി പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ബർക്കത്തിനെ കൊടുക്കുമാറാകട്ടെ. ഇവിടെ പങ്കെടുത്ത മെനഞ്ഞാന്ന ദിവസം
ഈ പരിപാടിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി പങ്കെടുത്ത ഓരോരുത്തർക്കും അല്ലാഹു റഹ്മത്തും ബർക്കത്തും ആഫിയത്തും ഹിദായത്തും നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സലാത്ത് കൊണ്ട് ഞാനിത് തുടക്കം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.